ചൂര പീസാക്കി എടുത്തിട്ടുണ്ടല്ലോ, എന്തോ ചെയ്യാൻ പോണ? ഇത് കട്ട് ചെയ്ത് കിട്ടിയതാണ് പീസായിട്ട്. ഈ ഇത് അച്ചാറിന്റെ പരുവത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ച് അച്ചാർ ഉണ്ടാക്കാം. ചൂര അച്ചാർ. നമുക്കതിനകത്ത് കുറച്ച് പൊടികൾ പുരട്ടി വയ്ക്കണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് യോജിപ്പിച്ച് 1 മണിക്കൂർ വെച്ചിരുന്നാലും നല്ലതാണ്. മീൻ പുരട്ടി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാറിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ, കറിവേപ്പില. ഈ മീനൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ മൂത്തിട്ടുണ്ടോ? നമുക്കിത് കോരി മാറ്റാം. ഇതിലേക്ക് ബാക്കി മീനൂടെ ഇതുപോലെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂര എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു മാറ്റി ഈ പാനിലോട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാകട്ടെ. ഇത് ഇത്ര ഉലുവ, കുറച്ച് കടുക്, ഈ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം അതിനകത്തേക്ക് പൊടികൾ ചേർക്കാനായിട്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കായം. നമ്മൾ ഒരു കിലോ ചൂര ഒക്കെയാണ് ഇത്രയും സാധനങ്ങൾ എടുത്തേക്കുന്നത്. ഇത് എണ്ണയിലൊന്ന് നല്ല ചൂടായ എണ്ണ, നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ചൂട് നിൽക്കുന്നുണ്ട്. ആ എണ്ണയിലോട്ടൊന്ന് തീ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ തീയും കൂടെ വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ഉണ്ട്. ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് ഇളക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ചു കൊടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എങ്കിലേ ഈ മീനിന്റെ തൊട്ട് ഈ അരപ്പും വിനാഗിരി ഉപ്പിന്റെ അംശം ഇതെല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് യോജിക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് ചൂടാവണം. നമ്മളിത് ഇട്ട ഉടനെ എടുത്താൽ അതിന് അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല. ഇരുന്ന് ഒരു ദിവസം ഇരുന്ന് ഇതിനകത്തുള്ള ഇതെല്ലാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മീനിലേക്ക് പിടിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂര അച്ചാർ റെഡി ആയിട്ടുണ്ട്. 1 കിലോ ചൂരയാണ് നമ്മൾ അച്ചാർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അളവിനുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.